സാംസങ് ഗാലക്സി M56 5G ഏപ്രിൽ 17 ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ M16 5G, M06 5G എന്നിവയ്ക്ക് ശേഷം ഈ വർഷം പുറത്തിറങ്ങുന്ന മൂന്നാമത്തെ ഗാലക്സി M സീരീസ് ഫോണായിരിക്കും ഇത്. വരാനിരിക്കുന്ന ഓഫർ മുന്നിലും പിന്നിലും 10-ബിറ്റ് HDR റെക്കോർഡിംഗിനെ പിന്തുണയ്ക്കും. ഈ മാസം അവസാനം സാംസങ് ഇന്ത്യയിൽ പുതിയ ഗാലക്സി M സീരീസ് സ്മാർട്ട്ഫോൺ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ദക്ഷിണ കൊറിയൻ ബ്രാൻഡിൽ നിന്നുള്ള വരാനിരിക്കുന്ന ഓഫർ ഗാലക്സി M56 5G ആണ്. ആമസോണിൽ നിന്ന് ഇത് ലഭ്യമാകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അതിന്റെ ചില പ്രധാന സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ മൈക്രോസൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സാംസങ് ഗാലക്സി M55 5Gയുടെ പിൻഗാമിയായാണ് ഗാലക്സി M56 5G എത്തുന്നത്. സാംസങ് ഗാലക്സി M56 5G അടുത്ത ആഴ്ച ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഏപ്രിൽ 17 ഇന്ത്യയിൽ സാംസങ് ഗാലക്സി M56 5G പ്രഖ്യാപിക്കും. ആമസോൺ മൈക്രോസൈറ്റ് അനുസരിച്ച് ഫോണിന്റെ പിൻ പാനലിൽ ഒരു ഗുളിക ആകൃതിയിലുള്ള ക്യാമറ ഐലൻഡ് ഉണ്ടായിരിക്കും. ഇതിന് 7.22 മില്ലിമീറ്റർ കനവും 180 ഗ്രാം ഭാരവുമുണ്ടെന്ന് പറയപ്പെടുന്നു. വരാനിരിക്കുന്ന ഓഫറിൽ 50 MPOIS പ്രാപ്തമാക്കിയ പ്രധാന സെൻസർ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 MP മാക്രോ യൂണിറ്റ് എന്നിവ ഉൾപ്പെടും. 10-ബിറ്റ് HDR വീഡിയോ റെക്കോർഡിംഗിനുള്ള പിന്തുണയുള്ള 12 MP സെൽഫി സ്നാപ്പർ ഈ ഉപകരണത്തിൽ ഉണ്ടെന്ന് സൂചനയുണ്ട്. ഗാലക്സി M55 5Gയിലെ 50 MPയിൽ നിന്ന് മുൻ ക്യാമറ ഡൗൺഗ്രേഡ് ചെയ്തതായി തോന്നുന്നു. സാംസങ് ഗാലക്സി M56 5Gയിൽ മുൻവശത്തും പിൻവശത്തും കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് 4 മടങ്ങ് മികച്ച സ്ക്രാച്ച് പ്രതിരോധവും 2.0 മീറ്റർ വീഴ്ച പ്രതിരോധവും വാഗ്ദാനം ചെയ്യുന്നു. മുൻ മോഡലിനെ അനുകരിക്കുന്ന കൂടുതൽ തിളക്കമുള്ളതും മെലിഞ്ഞ ബെസലുകൾ ഉള്ളതുമായ ഒരു സമിൾഡ് ഡിസ്പ്ലേയുമായിട്ടാണ് സ്മാർട്ട്ഫോൺ വരുന്നത്. ഗാലക്സി M56 5Gയിൽ അഡ്വാൻസ്ഡ് നൈറ്റ് ഫോട്ടോഗ്രാഫിയും ഒബ്ജക്റ്റ് ഇറേസർ, ഇമേജ് ക്ലിപ്പർ, എഡിറ്റ് നിർദ്ദേശങ്ങൾ തുടങ്ങിയ AI പവർഡ് എഡിറ്റിംഗ് സവിശേഷതകളും ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാംസങ് ഗാലക്സി M56 5Gയുടെ ബാക്കി വിവരങ്ങൾ അജ്ഞാതമായി തുടരുന്നു. ഗീക്ക് ബെഞ്ചിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഉപകരണം എക്സിനോസ് 1480 പ്രോസസ്സറുമായി 8GB റാമും ആൻഡ്രോയിഡ് 15 OSഉം ഉള്ളതായി സൂചന നൽകിയിരുന്നു. ഗാലക്സി M55 5G 26,999 രൂപ പ്രാരംഭ വിലയിലാണ് പ്രഖ്യാപിച്ചത്.